ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം എടുത്തു നോക്ക്. 10-13 വയസ്സുണ്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്. അല്ലാഹുവേ, അപ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട പിതാവ് കടന്നു വരുന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പടച്ചവനെ, ഭാര്യയെയും ചോരക്കുഞ്ഞിനെയും മക്കത്ത് കൊണ്ടുവന്ന് 2 മലകൾക്ക് നടുവില് കൊണ്ടുവന്നിട്ടിട്ട് പോയതാണ്. പ്രസവിച്ച് കിടന്ന ഭാര്യയെയും ചോരക്കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ടിട്ട് പോയതാണ്. വർഷങ്ങൾ കഴിഞ്ഞു, മകനോട് സ്നേഹമുണ്ടായി. അങ്ങനെ മകനെ കാണാമെന്നോ, മകനെ കണ്ടപ്പോ വലിയ സ്നേഹമായി. എവിടെയും വാപ്പയും മകനും ഒരുമിച്ചാ. വാപ്പയ്ക്ക് തന്റെ മകനോട് സ്നേഹം കൂടിയപ്പോ അല്ലാഹു ഒന്ന് ടെസ്റ്റ് ചെയ്തു. എന്നോടാണോ സ്നേഹം, മകനോടാണോ സ്നേഹം? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് സ്വപ്നം കാണുകയാണ്. അങ്ങനെ തന്റെ പൊന്നുമകനെ അറുത്തു കൊടുക്കാൻ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനായ 10-13 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള പൊന്നാര മകന്റെ ചാരത്ത് വന്നിട്ട് അവിടുന്ന് ഇബ്രാഹിം നബി പറഞ്ഞ പാവർത്തി എന്തെന്നറിയുമോ? ഫലമ്മാ ബലഗ മഅഹു സഅയ് ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ ഖാല യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹ്. സിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 13 വയസ്സിന്റെ താഴെ പ്രായമുള്ള ഇസ്മായിൽ എന്ന് പറയുന്ന ചെറിയ മകനുണ്ടല്ലോ, ഇസ്മായിൽ എന്ന് പറയുന്ന ചെറിയ കുട്ടിയുണ്ടല്ലോ, ഇബ്രാഹിം എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ഖലീലായ പ്രവാചകന് വന്നിട്ട് പറയുന്നു, മോനെ, നിന്നെ അറുത്തു കൊടുക്കാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്. വാപ്പ സ്വപ്നം കാണുന്നു മോനെ, വാപ്പ സ്വപ്നം കാണുന്നു മോനെ. ആ സമയത്ത് മകൻ പറഞ്ഞ മറുപടിയാ, എന്റെ പ്രിയപ്പെട്ടവരെ, കാലയാ അവിടെന്ന് പറയുന്നു, കാല യാ അബത്തി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹ് മിനസ് സ്വാബിരീൻ. ഇസ്മായിൽ എന്ന് പറയുന്ന 13 വയസ്സുകാരൻ അവിടെന്ന് പറയുന്നു, വാപ്പാ, വാപ്പാ, അല്ലാഹു എന്താണോ പറയുന്നത്, അല്ലാഹു എന്താണോ കൽപ്പിക്കപ്പെട്ടത്, അത് താങ്കൾ ചെയ്തു കൊള്ളുക. അല്ലാഹു ഉദ്ദേശിക്കും